ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം സഭയും സിപിഎമ്മും നേർക്കുനേർ നിൽക്കുകയാണ്. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിന് പിന്നാലെ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധത്തിനൊരുങ്ങിയ തലശ്ശേരി രൂപത കന്യാസ്ത്രീകളുടെ മോചനത്തിന് പിന്നാലെ കേന്ദ്ര സർക്കാരിനോടും അമിത് ഷായോടും നന്ദി പറഞ്ഞ് രംഗത്ത് വന്നിരുന്നു. ഇതാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറിയെ ചൊടിപ്പിച്ചത്. അവസരവാദി എന്നാണ് പാംപ്ലാനി പിതാവിനെ പാർട്ടി സെക്രട്ടറി വിശേഷിപ്പിച്ചത്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരായിട്ട് കടന്നാക്രമണം വന്നു. പമ്പ്ളാനി അപ്പഞ്ഞുട്ടി. പമ്പ്ളാനി ഞാൻ പേരുപയോഗിച്ചത് ബോധപൂർവമാണ്. അവസരവാദം ഇത്രയും ശക്തിയായിട്ട് പറയുന്ന വേറൊരാളുമില്ല. അതുകൊണ്ടാണ് പമ്പ്ളാനി പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ആലോചിക്കേണ്ടി വരും. അവസാനം ജാമ്യം കിട്ടിയപ്പോൾ സ്തുതി. ആർക്ക്? കേന്ദ്ര അമിത്ഷാ ഉൾപ്പെടെയുള്ളവർക്ക് സ്തുതി. അച്ഛന്മാർ കേക്കും കൊണ്ട് പോയി സൂപ്പിടാൻ. എവിടെ? RSന്റെ ഓഫീസിൽ. എം വി ഗോവിന്ദനെതിരെ സഭയുടെ മറുപടി പെട്ടെന്ന് തന്നെ വന്നു. പ്രസ്താവന ഫാസിസ്റ്റ് ശക്തികളുടേതിന് സമാനമെന്നാണ് തലശ്ശേരി അതിരൂപതയുടെ മറുപടി വന്നത്. AKG സെന്ററിൽ നിന്ന് തിട്ടൂരം വാങ്ങിയ ശേഷമാണോ മെത്രാൻമാർ പ്രവർത്തിക്കേണ്ടതെന്നും തലശ്ശേരി അതിരൂപത ചോദിക്കുന്നുണ്ട്. ഗോവിന്ദൻ മാഷ് ഗോവിന്ദച്ചാമിയെ പോലെ സംസാരിക്കരുതെന്ന് കത്തോലിക്ക കോൺഗ്രസും നിലപാടെടുത്തു. ഗോവിന്ദൻ മാഷ് ഒരാവേശത്തിനങ്ങ് പറഞ്ഞു പോയതാണ്. ആവശ്യത്തിനുള്ള വീണ്ടും വിചാരമില്ലാതെ പറയുന്നത് എന്താണെന്ന് ചിന്തിക്കാതെ പറഞ്ഞാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ കേരള മുഖ്യമന്ത്രിയെ നമ്മൾ നേരിട്ട് അധിക്ഷേപിച്ചാൽ അദ്ദേഹം അതിന് ഉത്തരം പറയും. അതുപോലെ തന്നെ അതിരൂപത, തലശ്ശേരി അതിരൂപതയ്ക്ക് അല്ലെങ്കിൽ കേരള സഭയ്ക്ക് അവരുടെ സ്വതന്ത്രമായ നിലപാടുകളുണ്ട്. അഭ്യുന്ന പിതാക്കന്മാർ ആരുടെയും അടിമകളല്ല. ആരുടെയും അനുവാദം അവർക്ക് ആവശ്യമില്ല പൊതുവിഷയങ്ങളിൽ സംസാരിക്കാൻ. മൂന്നാം വട്ടവും തുടരേണ്ടേ എന്നൊരു രാഷ്ട്രീയ ചോദ്യം കൂടി തലശ്ശേരി രൂപതയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. സഭയുടെ മറുപടിയോടുകൂടി അവസാനിക്കുമെന്ന് വിചാരിച്ചെങ്കിൽ തെറ്റി. ഗോവിന്ദൻ മാഷ് ഉറച്ചാണ്. ഇന്ന് ഒരു പടി കൂടി മുന്നോട്ടാണ്. അവസരവാദ നിലപാട് സ്വീകരിക്കുന്നതുകൊണ്ടാണ് അവസരവാദം എന്ന് പറയുന്നത്. നല്ല പദമാണ്. ഗോവിന്ദച്ചാമിയോടാണ് മാഷിനെ താരതമ്യപ്പെടുത്തിയത്. അത് അവരുടെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള പ്രയോഗത്തെ ഞാൻ എൻ്റെ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിരോധിച്ച് വിശദീകരണം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. അവർക്ക് എന്നെ അവസരവാദം എന്ന് പറയുകയും ചെയ്യാം. അവർ അവസരവാദ നിലപാട് സ്വീകരിക്കുന്നതിനെ പറയാനും പാടില്ല എന്നാണോ? നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് വർഷത്തിന്റെ പടിവാതിൽക്കലാണ് നമ്മൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒന്നും അകലെയല്ല. മൂന്നാം വട്ടവും തുടരേണ്ടേ എന്നത് രാഷ്ട്രീയ ചോദ്യമാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഇതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്താണ് പാംപ്ലാനി പിതാവിന്റെ ആ വാക്കുകൾ. കേരളം മറന്നു കാണില്ല. റബ്ബർ വില ഉയർത്തിയാൽ BJPക്ക് ഒരു MP നൽകാമെന്ന് പറഞ്ഞിട്ട് അധിക കാലമായിട്ടില്ല. ഏത് മുന്നണി ആയിക്കോട്ടെ, ഇടതു മുന്നണി ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ഇപ്പോൾ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി നയം രൂപീകരിക്കാൻ സാധ്യതയുള്ളത് കേന്ദ്രം ഭരിക്കുന്ന BJPക്കാണ്. അതുകൊണ്ടാണ് BJP സർക്കാർ ഈ റബ്ബറിൻ്റെ ഇറക്കുമതി തീരുവയെ സംബന്ധിച്ച് തീരുമാനമെടുക്കുകയും റബ്ബറിൻ്റെ വില 300 രൂപയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയാൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കാൻ ഇവിടുത്തെ മലയോര കർഷകർ തയ്യാറാകുമെന്ന് പറയുന്നു. ഇതാദ്യമായിട്ടല്ല സഭയും പാർട്ടിയും കൊമ്പുകോർക്കുന്നത്. താമരശ്ശേരി പിതാവിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ചത് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ചോദ്യം ഇതാണ്: തെരഞ്ഞെടുപ്പ് വർഷത്തിൽ സഭയെ പിണക്കുമോ പാർട്ടി? അതോ ആ വോട്ടുകൾ തങ്ങൾക്കുള്ളതല്ല, അതൊന്നെങ്കിൽ കോൺഗ്രസ് അല്ലെങ്കിൽ BJP എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞോ പാർട്ടി? AK സ്റ്റെഫിൻ, തിരുവനന്തപുരത്ത് നിന്ന്. സമീപകാലത്തൊന്നും തന്നെ കാണാത്ത തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെ തുടർന്ന് ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിൽ തെരുവിൽ നമ്മൾ കണ്ടത്. ബിഷപ്പുമാർ തന്നെ നേരിട്ട് സമരത്തിന് ഇറങ്ങുന്ന കാഴ്ചകളെല്ലാം തന്നെ കണ്ടിരുന്നു. അത് BJPക്ക് വലിയ തരത്തിലുള്ളൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന കാര്യമാണ്. കേരളത്തിൽ പ്രത്യേകിച്ചും സഭയെ അടുപ്പിച്ച് നിർത്താനുള്ള ശ്രമങ്ങൾ BJPയുടെ ഭാഗത്തു നിന്നും നടന്നു വരുന്നതിനിടെയാണ് അത്തരത്തിലുള്ളൊരു വിഷയങ്ങൾ രൂപപ്പെട്ടത്. പക്ഷേ അതിനെ രാഷ്ട്രീയമായി മുതലെടുത്തുകൊണ്ട് രാഷ്ട്രീയം ആയുധമാക്കി തന്നെയാണ് CPM മുന്നോട്ട് കൊണ്ടുപോയത്. അവരുടെ ആത്മവിശ്വാസം അനുസരിച്ച് ഏറെക്കുറെ അവർ അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നടന്നിരിക്കുന്ന പല പ്രതികരണങ്ങൾ, പ്രത്യേകിച്ചും BJPക്ക് അനുകൂലമായ ഒരു നിലപാടാണ് തുടക്കം മുതൽ തന്നെ തലശ്ശേരി ആർച്ച് ബിഷപ്പായിട്ടുള്ള ജോസഫ് പാംപ്ലാനി സ്വീകരിക്കുന്നത്. അതേ നാണയത്തിൽ തന്നെ അതിനെ തിരിച്ചു മറുപടി നൽകുക എന്നതാണ് CPM ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ അവിചാരിതമായ ഒരു സ്റ്റേജിൽ പ്രസംഗിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ MV ഗോവിന്ദൻ പറഞ്ഞതായിട്ട് മാത്രം ഇതിനെ കാണാനാകില്ല. അത് CPMന്റെ കൃത്യമായ ഒരു മറുപടിയാണ്. കാരണം CPMന്റെ ഒരു നിലപാട് പ്രഖ്യാപനം കൂടിയാണ് അത്. പല ബിഷപ്പുമാരും ഈ വിഷയത്തിൽ BJPയുമായി ഒരു അകൽച്ച പാലിച്ചു നിൽക്കുമ്പോൾ, CPMുമായിട്ട് അവർ ചെയ്ത പ്രവർത്തനങ്ങളിൽ അവരോടൊപ്പം നിൽക്കുമ്പോൾ AK സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകിയത്.